ഈശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബദർ ഷൈജു ആലപ്പള്ളി പുതിയൊരു ടെക്നിക്കുമായിട്ട് പഴയ ഒരു ടെക്നിക്കുമായിട്ടാണ് വന്നേക്കുന്നത്. വചനം നമുക്ക് ഏറ്റവും ഹൃദ്യസ്ഥമാകാൻ വേണ്ടി ഏറ്റവും സിമ്പിളായിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്ന ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എവരി ലോക്ക് ഹാസ് എ കീ. ഇതുണ്ടോ, ഈ ഡോർ ലോക്ക് ചെയ്തിരിക്കുകയാണ്. മുകളിൽ കുറ്റിയിട്ടിട്ടില്ല, ഈ ഡോർ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഈ ലോക്കിന് എന്തുണ്ട്? ഈ ലോക്ക് ഉണ്ടാക്കിയ ആൾ എന്തുണ്ടാക്കിയിട്ടുണ്ട്? ഒരു താക്കോൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ താഴിനും ഓരോ താക്കോൽ ഉണ്ട്. ഇനി നമുക്കൊന്ന് നോക്കാം. ഇതാ ബുള്ളറ്റിന്റെ താക്കോലാണ്. 2 വീലറിന്റെ ഇടയ്ക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള വണ്ടിയാണ്. തിരിയോ? രക്ഷയില്ല, അത് അതിന്റെ താക്കോലല്ല. ഇതാ ഇത് സ്നേഹാമേരിയുടെ സ്കൂട്ടറിന്റെ താക്കോലാണ്. അതിട്ട് തിരിച്ചാൽ തിരിയോ? ഒരു രക്ഷയില്ല. ഒറ്റത്തിരിക്ക് സ്കൂട്ടർ സ്റ്റാർട്ടാവും ആ താക്കോൽ ഇട്ടിട്ട്. അതുപോലെ ഇതാ ഒരു ചെറിയ താക്കോല്, താഴിൻ്റെ താക്കോല്, ചെറുതല്ല, ഏറ്റവും ചെറുതാണ്. പക്ഷേ അത് മുഴുവൻ അതിൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോവും. പക്ഷേ ഈ താഴ് തുറയത്തില്ല. നമുക്ക് നോക്കാം. അതെ, ഇവിടെ ഒരു വലിയ താക്കോൽ കിടപ്പുണ്ട്. ഇതൊന്ന് പ്രയോഗിച്ച് നോക്കാം. രണ്ട് തിരി ഇങ്ങോട്ട് തിരിച്ച് കഴിയുമ്പോൾ അതെ അവൻ സുമാറായിട്ട് ഇങ്ങോട്ട് പോയി. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? 2 കീ വേർഡ്സ് ബൈബിളിൽ നിന്ന് തരികയാണ്. ഏശയ്യ 22:22, എഫെസസ് 3:20-21. എവരി ലോ ഹാസ് എ കീ എന്ന് ബ്രദർ നേരത്തെ പറഞ്ഞില്ലേ? ഇതുപോലെ തന്നെ ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാ ശക്തിയുടെ മേൽ അധികാരമുള്ള ദൈവം ഒരു പരിഹാരം ഒരുക്കിയിട്ടുണ്ട്. മാനുഷികമായിട്ട് പരിഹാരമില്ലാത്ത, ചിലപ്പോൾ 2 ചവിട്ടും കൂടി വെച്ച് തരുന്ന അവസ്ഥയായിരിക്കാം എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് കടമാകാം, രോഗമാകാം, ക്യാൻസർ ആകാം, ട്യൂമർ ആകാം, അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ, പ്രിയപ്പെട്ടവർ ഒരിക്കലും പോകൂലോ ഉപേക്ഷിക്കൂലോ എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ, സ്നേഹിതർ, മിത്രങ്ങൾ ആരെല്ലാം പോയാലും നിന്റെ കൂടെ ഉണ്ടാവുന്നു. അവർ പോയിട്ട് കൂടപ്പുറപ്പ് അല്ലെങ്കിൽ ജീവിത പങ്കാളി, മക്കൾ ഇതെല്ലാം ഉപേക്ഷിച്ച അവസ്ഥയായിരിക്കാം. പക്ഷേ ഇപ്പോഴും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. ഈ താക്കോലൊന്നും ഇതിന് സൂട്ടബിൾ അല്ല. പക്ഷേ അതിൻ്റെ ഒറിജിനൽ താക്കോൽ ഇട്ട് തിരിച്ചപ്പോൾ ആ താഴുണ്ടാക്കിയവൻ അതിൻ്റെ താക്കോൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ കാണിച്ചാൽ മതി. ഇതുപോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പരീക്ഷാഭയം, OET, IELTS, വിവാഹ തടസ്സം, ജോലി തടസ്സം, ഇനി നീട്ടി കൊണ്ടുപോകണ്ട. ചിലത് തടസ്സം നമ്മളിൽ തന്നെയാണ്. അതുകൊണ്ട് തമ്പുരാൻ ഈ താക്കോല് നമുക്ക് തന്നു കഴിഞ്ഞു. വിശ്വാസമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാകുന്ന ആ താക്കോൽ. ഏശയ്യ 22:22, കർത്താവ് അടച്ചാൽ ആരും തുറക്കുകയില്ല, കർത്താവ് തുറന്നാൽ ആരും അടക്കുകയില്ല. താക്കോൽ ഇടേണ്ടവൻ ഇട്ടിട്ട് തുറന്നാൽ അത് തുറയും. വേറെ താക്കോലൊന്നും ഇട്ടിട്ടും വേറെവർ ശ്രമിച്ചിട്ടും ഒരു കാര്യമില്ല. കർത്താവ് അടച്ചാൽ ആരും തുറക്കുകയില്ല, കർത്താവ് തുറന്നാൽ ആരും അടക്കുകയില്ല. കാരണം ദാവീദിന്റെ ഭവനത്തിന്റെ താക്കോൽ അവന്റെ മേലുണ്ട്. ആ വീടിന്റെ ഉടമസ്ഥൻ, ആ തമ്പുരാന, അവന്റെ കയ്യിൽ ആ താക്കോൽ ഉണ്ട്. അതുകൊണ്ട് വേറെ ആരും തുറക്കാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ലോകം പറഞ്ഞാൽ, മറ്റുള്ളവർ ചെയ്താൽ, മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങൾ, വിലകെട്ട കാര്യങ്ങളും വന്നുപോയ തകർച്ചകൾ, പരാജയങ്ങൾ, അതെല്ലാം വെച്ചുകൊണ്ട് ജീവിതം നശിപ്പിച്ച് കളയേണ്ട ഒരു ഉയർത്തെഴുന്നേൽപ്പ് ആവശ്യമാണ്. തമ്പുരാൻ തരുന്ന, ആരോട് പ്രതികാരം ചെയ്യാനുള്ളതല്ല. ഇങ്ങനെ വന്നല്ലോ, അങ്ങനെ വന്നല്ലോ, ഇനി കല്യാണം വേണ്ട, അല്ലെങ്കിൽ എൻ്റെ കാര്യം പോയി, ആരും എനിക്ക് വിശ്വാസമില്ല, അങ്ങനെ ജീവിക്കാനാണോ? ഒരു ഉയർത്തെഴുന്നേൽപ്പിലേക്ക് നമുക്ക് കടന്നു വരാം. 2-ാമത്തെ വചനം എഫെസസ് 3:20-21. മറന്നു പോകരുത്. ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞാലും പറഞ്ഞോണം. ഉറക്കത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ, എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു 33 പ്രാവശ്യം വീതം. അങ്ങനെ ഒരു 21 ദിവസം പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ നിയോഗം വെച്ച് വേണം പ്രാർത്ഥിക്കാൻ. നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ നിയോഗങ്ങൾ എഴുതിയിടാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളും ഓർക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ പരസ്പരം നമുക്ക് ഐക്യത്തിലായിരിക്കാം. എഫെസസ് 3:20-21 നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തി, ദ പവർ ഇൻ യു ആൻഡ് മീ. എന്നിലും നിങ്ങളിലുണ്ട് ഈ ശക്തി. ആരുടെ ശക്തി? ദൈവത്തിൻ്റെ ശക്തി. മറ്റുള്ളതെല്ലാം പോകട്ടെ. അപ്പോൾ ഈ ശക്തിയാൽ പിന്നെന്തുട്ടാ? നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ചെയ്തു തരാൻ കഴിവുള്ള അവിടത്തേക്ക് സഭയിൽ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. വിശ്വാസത്തോടെ ഈ 2 വചനങ്ങൾ ഏത് അസാധ്യകാര്യവും സാധിച്ചു കിട്ടും. എവരി ലോ ഹാസ്
എ കീ. ഓരോ താഴിനും ഓരോ താക്കോലുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നത്തിനും എന്നെ നിങ്ങളെ സൃഷ്ടിച്ച ദൈവം ഒരു പരിഹാരം തൊട്ടടുത്ത് തന്നെ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഏക ഉത്തരം ഞാനും നിങ്ങളും ആരായിരുന്നാലും യേശു ക്രിസ്തു. ശത്രുപീഡയോ പരാജയ ഭീതിയോ രോഗമോ ഭയമോ കുടുംബ തകർച്ചയോ വിവാഹ തകർച്ചയോ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയോ കടബാധ്യതയോ പരീക്ഷാ പരാജയമോ യേശുവിലേക്ക് സമർപ്പിക്കും. ഉത്തരം ലഭിക്കും. സാക്ഷ്യപ്പെടുത്തണം. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ കമൻസുകളായിട്ട് അയക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് കടന്നു വരുന്നതുവരെ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.